ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് പ്രതിനിധിയാണ്. അതായത് ഞങ്ങളുടെ കോളേജ് ഞങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഫെസ്റ്റ്. ഞാനാണെങ്കിലും ഇവിടെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ തന്നെ രാവിലെ തന്നെ എല്ലാവരും ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ വർഷത്തെ പ്രതിനിധിയുടെ തീം എന്ന് പറഞ്ഞാൽ ത്രെഡഡ് ക്യാൻവാസ് എന്നാണ്. അപ്പോൾ ഞാൻ കോളേജ് വന്നപ്പോൾ തന്നെ സമയം കളഞ്ഞില്ല. ഞാൻ നേരെ തന്നെ റെഡി ആവാൻ വേണ്ടി വന്നു. കാരണം ഞങ്ങളുടെ തീം ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി റെഡി ആവാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ 4 ദിവസമായിട്ട് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഒരു ജൂനിയർ 3D പ്രിന്റഡ് ആയിട്ടുള്ള ഈ ഒരു സാധനം എനിക്ക് കൊണ്ട് ഗിഫ്റ്റ് കൊണ്ട് തന്നത്. ഇതാണെങ്കിലും ഒരു 3D പ്രിന്റഡ് ലിത്തോഫൈൻ കീ ചെയിൻ ആണ്. ഇതേപോലത്തെ 3D പ്രിന്റഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായി കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതേപോലത്തെ 3D പ്രിന്റഡ് ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇവർ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഫാഷൻ ഒക്കെ ഡ്രസ് ഇട്ട് എല്ലാം റെഡിയായി. പിന്നെ ഒരു പ്രാവശ്യം കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ നേരെ റാമ്പിലേക്ക് ഇറങ്ങി. അങ്ങനെ 3-4 ദിവസത്തെ കഷ്ടപ്പാട് അങ്ങനെ അവസാനം കഴിഞ്ഞു. പിന്നെ ഫാഷൻ ഷോ കഴിഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ ഫുൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും നേരെ ഇവിടെ കോളേജിന്റെ ഇവിടെ ഫുഡ് സ്റ്റോൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും നേരെ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ അവിടെ ചെന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും നേരെ നടക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്ന് സെസാ കൗണ്ടറിന് അങ്ങോട്ട് പോയി. കാരണം അവിടെ നല്ല ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ നടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്ത് ഈഗിൾ വന്ന് അറിഞ്ഞത്. കാരണം ഇന്നുമായിട്ട് ഈഗിളിന്റെ ബാൻഡാണ് കോളേജ് പെർഫോം ചെയ്യുന്നത്. പിന്നെ അതിൽ അവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതിൽ അവിടെ നേരെ ആംഫി തിയേറ്ററിന്റെ അകത്തേക്ക് കയറി. പിന്നെ അവിടെ കയറി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ആയി തുടങ്ങിയായിരുന്നു. നിങ്ങളെ പോലെ ഒരു കോളേജിൽ ഞാൻ കണ്ടുമുട്ടിയതാണ് ഇവരെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. സത്യം പറയില്ല, നല്ല പരിപാടിയൊക്കെ തന്നെയായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് തന്നെ എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഇറങ്ങി നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു.